ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ അനുവിന്റെ കല്യാണത്തിന് പണം മോഷണം പോയത് കൊണ്ട് തന്നെ അനുവിന്റെ കല്യാണം മുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പോലീസുകാരാണെങ്കിലോ അനുവിന്റെ ഇളയച്ചനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പം വീട്ടിലെ അച്ഛനും അതുപോലെ തന്നെ അമ്മയ്ക്കും വല്യച്ഛനും വല്യമാവനും ഒക്കെ സംശയമുള്ളത് മഹേന്ദ്രൻ എന്ന് പറയുന്ന അനുവിന്റെ ചെറിയച്ഛനെ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിലോ തെറ്റൊന്നും ചെയ്യാത്തൊരു സാധു തന്നെയാണ്. അത്യാവശ്യം വെള്ളാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള കള്ളപ്പരിപാടിയൊന്നും ആശാനില്ല കേട്ടോ. അങ്ങനെ പുള്ളിക്കാരനെ പോലീസുകാർ കൊണ്ടുപോയതും നമ്മുടെ പാറുക്കുട്ടിയാണെങ്കിൽ, അതായത് മഹേന്ദ്രന്റെ മകളാണ് പാറുക്കുട്ടി. അപ്പൊ പാറുക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. ഉണ്ണിമോളോടും ഗിരിദേവനോടും ഒക്കെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പോലീസുകാരോട് ഞാൻ പറയാം എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ വരുമോ എന്നുള്ള കാര്യം പാറു ഇവരോട് ചോദിക്കുമ്പോഴത്തേക്കിനും പാറു മോള് വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ. ദേ പിള്ളേരായ നമ്മൾ പറഞ്ഞാലും പോലീസുകാർ കേൾക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പറയുന്നത് ന്യായമായ കാര്യമാണെങ്കിൽ കേൾക്കാനായിട്ട് ആൾക്കാരുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ പറയുക. അങ്ങനെ കുട്ടികൾ എല്ലാവരും കൂടി ഇതാ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കിനും കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അനുവിന്റെ ഇളയച്ചൻ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ലോക്കപ്പിലായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കിനും പാറുക്കുട്ടിക്ക് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. എന്താ ഇപ്പൊ ചെയ്യുക, എന്റെ അച്ഛനെ ഞാൻ എങ്ങനെയാണ് വെളിയിൽ കൊണ്ടുവരുന്നത്? അപ്പൊ പോലീസുകാരന്റെ അടുത്ത് പോയിട്ട് മാമ എന്റെ അച്ഛൻ ഒരിക്കലും പൈസയൊന്നും മോഷ്ടിക്കില്ല, എന്റെ അച്ഛൻ മദ്യപിക്കും എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഇതുപോലെയുള്ള ഒരു കാര്യം ഒരിക്കലും എന്റെ അച്ഛൻ ചെയ്യില്ല എന്നുള്ള കാര്യമൊക്കെ പാറു പോയി പറയുമ്പോഴത്തേക്കിനും പോലീസുകാരാണെങ്കിലും മോളെ ഇവിടെ വേണ്ടത് തെളിവുകളാണ്, എന്തായാലും കാശ് പോയത് ഉറപ്പായ കാര്യം തന്നെയാണ്. അപ്പൊ അതിന് ഇങ്ങേരല്ല ചെയ്തത് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവാ. നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞങ്ങൾ ആലോചിക്കാം. ഇപ്പൊ എന്തായാലും സാഹചര്യത്തിന്റെ ആ ഒരു സമ്മർദ്ദം മൂലവും സാഹചര്യത്തിന്റെ തെളിവുകൾ മൂലവും ഇയാളാണ് പ്രതി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഗിരിദേവൻ ഇടപെടുകയാണ്. ഗിരിദേവൻ പറയുന്നുണ്ട്, സാറേ എന്തൊക്കെ വന്നാലും സാറിന് അറിയാലോ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പം ഈ സാറ് തന്നെയാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ അനസൂയയുടെ ആ ഒരു വൈഡൂര്യനാഗം പോയ സമയത്ത് വൈഡൂര്യനാഗത്തിനെ കുറിച്ചുള്ള കേസ് അന്വേഷിച്ചതൊക്കെ ഈ പുള്ളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗിരിദേവന് പരിചയമൊക്കെ ഉണ്ട്. ഗിരിദേവൻ ഒരു കാര്യം പറഞ്ഞതും, സാറേ ഇയാളല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, തെറ്റ് ചെയ്തവനെ എത്രയും പെട്ടെന്ന് സാറിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും സാറാണെങ്കിൽ ഗിരിദേവന്റെ വാക്കുകൾ കേൾക്കുകയാണ്. അപ്പം നിങ്ങള് എന്റെ റിസ്കിൽ ഞാൻ ഇയാളെ വിടുകയാണ്, ഇയാളല്ല തെറ്റ് ചെയ്തതെങ്കിൽ തെറ്റ് ചെയ്തവരെ അല്ലെങ്കിൽ ആ ഒരു പണം തിരികെ ലഭിക്കുന്നത് വരെ ഇയാൾ സ്റ്റേഷനിൽ കഴിയേണ്ട ബാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ഗിരിദേവനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഗിരിദേവനോടൊപ്പം ഞാൻ ഇവനെ വിടുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഗിരിദേവന്റെ കൂടെ നമ്മുടെ മഹേഷിനെ വിടുകയാണ്. അപ്പൊ ഇയാളും അതുപോലെ തന്നെ ഉണ്ണിമോളും ഗിരിദേവനും പാറക്കുട്ടിയും എല്ലാവരും കൂടി കല്യാണ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അപ്പം നമ്മുടെ ഈ പുള്ളിക്കാരനെ കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ അനുവിന്റെ അച്ഛനും വല്യമാവനും ഒക്കെ ആണെങ്കിൽ ഇതെന്താ ഇവനെ പോലീസുകാർ വെറുതെ വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗിരിദേവൻ പറയുന്നുണ്ട്, അതിനെ തെറ്റ് ചെയ്തത് ഈ മാമനല്ലല്ലോ, തെറ്റ് ചെയ്തവര് ശിക്ഷ അനുഭവിക്കട്ടെ, അതല്ലേ അതിന്റെ ശരി വല്യമാവാന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മാവനാണെങ്കിൽ കിണ്ടത്തിലായതുപോലെ നിൽക്കുക കേട്ടോ. ഇനി ദൈവമേ ഇനി വിരൽ ചൂണ്ടി അമ്മാവന്റെ തലക്കിലെങ്ങാനും വെക്കുവോ എന്നുള്ളൊരു പേടി നമ്മുടെ അമ്മാവനുണ്ട്. അതുകൊണ്ട് തന്നെ ആശാനാണെങ്കിൽ പുറകോട്ടൊന്ന് വലിയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ അനുവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ചെറുക്കന്റെ അമ്മയുണ്ടല്ലോ, അപ്പം ആ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അതെ എന്താണ് പിന്നെ ആരാണ് ഇത് മോഷ്ടിക്കുന്നത്, ഈ വീട്ടില് വേറെ ആരാ അങ്ങനെയൊക്കെ എടുക്കാനായിട്ടുള്ളത് എന്നുള്ള കാര്യം ചോദിക്കുക. അപ്പൊ ഗിരിദേവൻ മറുപടി പറയുന്നുണ്ട്, അത് ആര് വേണേലും ആകാം, ഒരുപക്ഷെ അനുചേച്ചിയെ മോഹിച്ച് നടക്കുന്ന ഈ ചേട്ടനായിരിക്കാം, അല്ലെങ്കിൽ അനുചേച്ചിയും അതുപോലെ തന്നെ ഈ ചേട്ടന്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ എടുത്തു മാറ്റിയതാണെങ്കിലോ പണം എന്നുള്ള കാര്യം പറയുക. അപ്പൊ പുള്ളിക്കാരിയാണെങ്കിൽ ഇടി കൊണ്ട പോലെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പം വിരല് ചൂണ്ടി ചൂണ്ടി വരുമ്പോഴത്തേക്കിനും പുള്ളിക്കാരി പ്രതിയാകും എന്നുള്ള പേടിയാണ് പുള്ളിക്കാരിക്ക് ഉള്ളത്. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സത്യങ്ങൾ എന്തായാലും മറ നീക്കി പുറത്തു വരും. ഈ വല്യച്ഛൻ എന്തായാലും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വല്യച്ഛൻ പറയാണ്. അപ്പൊ അതുപോലെ തന്നെ മഹേഷ് ചെറിയച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അനു എന്ന് പറഞ്ഞാല്
എൻ്റെ പാറക്കുട്ടിയെ പോലെ തന്നെ എൻ്റെ മോള് തന്നെയാണ്. അവളുടെ കല്യാണം മുടക്കാനായിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം പറയുക. പിന്നെ ആർക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ലാഭം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അനുചേച്ചിയുടെ അച്ഛനൊന്ന് ചിന്തിച്ച് നോക്കെന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു മുഖം എന്ന് പറഞ്ഞാൽ അനുവിനെ ആലോചിച്ച് വന്ന ആ ചെക്കൻ്റെ മുഖം തന്നെയാണ്. അപ്പം ശ്രീരാഗല്ലാട്ടോ, വീട്ടിലുള്ള ആ ചെക്കനുണ്ടല്ലോ, ആ കസിൻ പയ്യൻ, അപ്പം അവൻ്റെ മുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ വിവാഹ അഭ്യർത്ഥന നടത്തിയ കാര്യവും നമ്മുടെ അനു അവിടെ വെച്ച് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ഇവൻ തന്നെയാണ് കട്ടവൻ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുമ്പോഴത്തേക്കിനും എനിക്കൊരു തെറ്റ് പറ്റിയതാണെന്നും ആ പണം ഞാൻ തിരികെ തരാം, അനുവിനെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇവൻ കൈയോടുകൂടി വീട്ടുകാരോട് പറയുമ്പം എല്ലാവരും കൂടി ചേർന്ന് അവനെ ആദ്യമൊക്കെ കുറ്റപ്പെടുത്തുമെങ്കിലും അവന്റെ ആ ഒരു അവസ്ഥ അതായിരുന്നെന്നും അനുവിനെ അത്രമാത്രം അവന് ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും പരിഗണിച്ചുകൊണ്ട് അവനെ പതിയെ അങ്ങ് നൈസായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കി വിടുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ പാറക്കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പാറക്കുട്ടിയുടെ അച്ഛൻ ഫുൾ ടൈം ആണെങ്കിൽ വെള്ളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഈ ഒരു വെള്ളാടി മാറ്റി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ അമ്മ തന്നെ അങ്ങ് മെനക്കെടുകയാണ്. അപ്പം പുള്ളിക്കാരൻ പതിവ് കഴിക്കുന്ന ആ ഒരു ബ്രാൻഡി എടുത്തു വെച്ച് അമ്മ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും എൻ്റെ പൊന്നോ, നീ ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം കൂടിയേ ഉള്ളൂ. ഇതൊക്കെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ അറിയാവോ, ഇതൊക്കെ കയറ്റി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞ് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഭാര്യയെ വിലക്കുകയാണ്. അപ്പൊ ഭാര്യ പറയുന്നുണ്ട്, ആഹാ, അത്രയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത്? എൻ്റെ ഭർത്താവല്ലേ നിങ്ങൾ, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇത് തന്നെയാണല്ലോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുടിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇനി എനിക്ക് വരാൻ പോകുന്നത്? അതുകൊണ്ട് ഞാൻ ഇന്ന് തൊട്ട് ഇതങ്ങ് പതിവാക്കാൻ പോവാന്ന് പറയുക. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരനാണെങ്കിലും ദൈവമേ, ഇനിയിപ്പോ ഇവളും കൂടെ വെള്ളാടി തുടങ്ങിയാൽ പിന്നെ തീർന്നു എന്നുള്ള കാര്യം മനസ്സിലാകുകയാണ്. അപ്പൊ തന്റെ ഭാര്യ ഇത് കുടിക്കുന്നത് ഒരിക്കലും പുള്ളിക്കാരന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഇതിങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കിനും ഭാര്യയും ഇതേ ടോണിൽ തന്നെ തിരികെ പറയുകയാണ്, അതെ, എൻ്റെ ഭർത്താവാണ് നിങ്ങൾ, എൻ്റെ കുഞ്ഞിന്റെ അച്ഛനാണ് നിങ്ങൾ. ആ നിങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും മദ്യപിക്കുമ്പോഴത്തേക്കിനും എനിക്കും ഉണ്ടാവില്ലേ വിഷമം? ഇത്രയും കാലവും നിങ്ങൾ ഒരു കള്ളുകൂടിയ മാത്രമാണെന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പതാ നിങ്ങൾക്ക് ഒരു മോഷണ കേസും കൂടി നിങ്ങളുടെ തലയിൽ വന്ന് വീണിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ നശിച്ച ശീലം മാറ്റിയില്ലെങ്കിൽ ഇനിയും നിങ്ങൾ നന്നായിട്ട് ജീവിക്കില്ലെങ്കിൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും നിങ്ങൾ കണി കാണില്ല എന്നുള്ള കാര്യം പറയുമ്പം മഹേഷിന് തനിക്ക് പറ്റിയ ആ ഒരു തെറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാകുകയാണ്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ മാറി ചിന്തിക്കുന്നതായിട്ടൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നാളത്തെ മാളികപ്പുറത്തിന്റെ പ്രമോ വിശേഷം വന്നിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ മടിക്കരുത്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു എന്നുള്ള വാക്ക് വരുന്നുണ്ട്, അത് മനഃപൂർവ്വം വരുന്നതല്ല, സംസാരിച്ച് പോകുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് വരുന്നതാണ്. എന്നാലും അത്യാവശ്യമൊക്കെ കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ദയവ് ചെയ്ത് നമ്മുടെ ചേച്ചി ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.